അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് സാബ വ്ലോഗ് സീരീസ്. വെറുതെ ഇരുന്ന് ബോറടിച്ചു. സാറ്റർഡേ വീക്കെൻഡായിട്ട് വെറുതെ ഇരിക്കാതെ പുറത്തോട്ടേക്ക് ഇറങ്ങിയാലോ എന്നാലോചിച്ചു. എങ്ങോട്ട് പോകണം എന്ന് ആലോചിച്ചപ്പോഴാണ് സാറ്റർഡേ നൈറ്റ് ഇവിടെ ഗയാ സ്ട്രീറ്റ് ഓപ്പൺ ആണ്. ഗയാ സ്ട്രീറ്റിൽ ഇഷ്ടം പോലെ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. ഇതുവരെ ഇവിടെ ഉണ്ടായിട്ട് ഇവിടുത്തെ ഫുഡ് സ്റ്റോൾസിൽ പോയി ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനോ ട്രൈ ചെയ്യാനോ പറ്റിയിട്ടില്ല. എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ടേക്ക് തന്നെ പോയാലോ? കമോൺ. ഇവിടുത്തെ ഗയാ സ്ട്രീറ്റിനൊരു മിത്തുണ്ട്. എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ വേൾഡ് വാർ 2 നടന്നപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രേതാത്മാക്കൾ ഇപ്പോഴും ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ഇവിടെ പലതരത്തിലുള്ള സൗണ്ട് കേൾക്കാമെന്ന് പറയാറുണ്ട്. സത്യമാണോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഒരു പാരാനോർമൽ ആക്ടിവിറ്റിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ആ ഒരു ഇത് നമുക്ക് പോസിൽ വെച്ചിട്ട് നമുക്കിപ്പോൾ ഫുഡ് ഹണ്ടിങ്ങിലേക്ക് പോവാം. ഗയാ സ്ട്രീറ്റിലെ വേറൊരു മിത്ത് എന്താണെന്ന് വെച്ചാൽ ഗയാ സ്ട്രീറ്റിൽ വന്ന് ഫുഡ് കഴിച്ചാൽ പിന്നെയും അങ്ങോട്ടേക്ക് ആൾക്കാർ വരുമെന്നാണ് പറയുന്നത്. അത് സത്യമാണോ എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം തന്നെ ഇവിടെ കണ്ടതൊരു മോമോ ഷോപ്പ് പോലെ എന്തോ ആണ്. ഡംപ്ലിംഗ് പോലുള്ള എന്തോ ഐറ്റം സ്റ്റീം ചെയ്യുന്നുണ്ട്. ചിക്കനും ഫിഷും ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഫില്ലിങ്. പല ടൈപ്പിലുള്ള കളറുണ്ട്. റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്. എന്തായാലും നല്ല ക്യൂ ഉണ്ട്. 2 എണ്ണം ട്രൈ ചെയ്യാമെന്നും പറഞ്ഞാൽ ക്യൂവിലേക്ക് നിന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ലോക്കൽ ഫുഡ് ഐറ്റം കണ്ടു. ഇതിനകത്ത് ചോറുണ്ട്, മുട്ടയുണ്ട്, ഫിഷുണ്ട്. പിന്നെ കുറേ ഉണക്കമീൻ വാരി അതിനകത്ത് വെക്കുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. എന്തായാലും ആ ഉണക്കമീൻ്റെ മണം കേട്ടിട്ട് അത് മേടിക്കാനേ തോന്നിയില്ല. പിന്നെ തൊട്ടടുത്തുള്ളത് കണ്ടത് ഒരു ചിക്കൻ ഐറ്റം ആയിട്ടുള്ള സ്നാക്കാണ്. എന്താ ഐറ്റം എന്നറിയില്ല. ചിക്കനും ചീസും ഉണ്ട്. 2 എണ്ണം മേടിച്ച് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് അവിടെ നിന്നു. പിന്നെ കണ്ടത് ഇവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ്. ഇതാണ് ഗയാ സ്ട്രീറ്റ്. ഇവിടെയാണ് പാട്ടും ബഹളവും ഒക്കെ ഉള്ളത്. പക്ഷേ ഒരൊറ്റ സിംഗറിനെ മാത്രമേ കണ്ടുള്ളൂ. പുള്ളി അവിടെ നിന്ന് പാടുന്നുണ്ടോ, ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കുറേ പേര് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. വേറെ കുറേ പേര് ഈ ലോകത്തൊന്നും അല്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്നവർ ആരാണെന്ന് പോലും അവർ തിങ്ക് ചെയ്യുന്നില്ല. എല്ലാവർക്കും അവരുടേതായ ഒരു ലോകമാണ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു ലോകത്തേക്ക് നടന്നു നീങ്ങാം. ഇനിയിപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ച് ചുറ്റിനും കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴാണ് തൊട്ടടുത്ത് ഒരു കോക്കനട്ട് ഷോപ്പ് കണ്ടത്. കോക്കനട്ട് ഷോപ്പല്ല, ഒരു ജ്യൂസ് ഷോപ്പാണ്. അവിടെ കുറേ പേര് കോക്കനട്ട് വാട്ടറിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന കണ്ടു. ഇതുവരെ ഇവിടെ വന്നിട്ട് കോക്കനട്ട് വാട്ടർ ട്രൈ ചെയ്തില്ല. ഈ നെക്സ്റ്റ് കണ്ടതൊരു കോഫി ഐറ്റം പോലുള്ളൊരു ജ്യൂസാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു യൂട്യൂബർ പോലുള്ള ഒരാളായിരുന്നു. അവരത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഡെസേർട്ട് ഐറ്റംസ് ആണ്. കണ്ടിട്ട് തന്നെ മേടിച്ച് കഴിക്കാനാണ് തോന്നിയത്. പല ഐറ്റംസ് ഉണ്ട്. അവിടുത്തെ പിസ്താഷിയോയും കാഡ്ബറിയും ആണ് മോസ്റ്റ് സെല്ലിങ് എന്ന് അവർ പറഞ്ഞു. മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഷുഗർ കട്ട് ആയതുകൊണ്ട് ട്രൈ ചെയ്യാനൊന്നും പറ്റുന്നില്ല. കണ്ട് നോക്കി വെള്ളം ഇറക്കി നിൽക്കുക. പിന്നെ തൊട്ടടുത്ത് കണ്ടത് നമ്മുടെ സ്വന്തം കുനാഫ ഐറ്റം നാട്ടിൽ കഴിച്ച് മടുത്തു. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ രീതിയിലുള്ള കുനാഫ മുകളിൽ എന്തൊക്കെയോ വാരി വിതറുന്നുണ്ട്. കണ്ടു നിൽക്കാൻ രസമുണ്ട്. ആ റോസ് ഷർട്ട് ഇട്ട കുട്ടി നല്ല രീതിയിൽ കുനാഫ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടത് സ്വീറ്റ്സ് ഒക്കെ കണ്ട് തൊട്ടടുത്ത് പിന്നെ കണ്ടത് കുറേ ഗ്രിൽഡ് ഐറ്റംസ് ആണ്. ഫിഷിൻ്റെ പല ഐറ്റംസ്. ചിക്കൻ സാത്തയൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. തൂക്കിയല്ല ഇട്ടേക്കുന്നത്, കമ്പിൽ കൊളുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ഫിഷുണ്ട്. പിന്നെ ഗ്രിൽഡ് ചിക്കൻ കറങ്ങുന്ന കോഴിയിൽ മസാല ഷവായി കറങ്ങുന്ന പോലെ കറങ്ങുന്നുണ്ടായിരുന്നു. അതൊന്നും ട്രൈ ചെയ്യാനേ തോന്നിയില്ല. കാരണം നമ്മളിവിടെ ഓൾറെഡി മസാല ഷവായി തിന്നുമെടുത്തിട്ടാണ് പോയേക്കുന്നത്. കുറേ ഫിഷ് ഐറ്റംസ് ഉണ്ട്. അത് ചുട്ടതാണോ ചുടാത്തതാണോ കരിച്ചതാണോ മുരിച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. പല വെറൈറ്റീസിൽ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല മണമായിരുന്നു. ഫിഷിൻ്റെയൊക്കെ മണം കാരണം അതിൻ്റെ അടുത്ത് നിൽക്കാനേ പറ്റുന്നില്ല. പിന്നെ നടന്ന് കുറേ ക്ഷീണിച്ചു. എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ പല ടൈപ്പിലുള്ള ജ്യൂസ് കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിലെ സൈൻ ലബാൻ പോലുള്ളൊരു ഐറ്റം. സൈൻ ലബാൻ ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ അത് പാൻ കേക്കിൽ
എന്തോ വിതറിയിട്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് മിൽക്ക് മെയ്ഡിൻ്റെ കോട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ആ ചിക്കൻ നല്ല രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്ന രീതി കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയോ. അത് നോക്കി അങ്ങ് നിന്ന് പോവും. പുള്ളി ഉണ്ടാക്കുന്ന അതിന് ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ലെങ്കിലും ആ കട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതിനകത്ത് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് അവിടെ ഇരിക്കുന്ന ടബ് ഓഫ് ന്യൂട്ടല്ലയാണ്. അത് മാത്രം കിട്ടിയിരുന്നെങ്കിൽ എടുത്തുകൊണ്ട് പോവാമായിരുന്നു. പിന്നെ കണ്ടത് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. കുറേ ചിക്കനും ഡെസേർട്ടും കണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഐറ്റം ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പോഴാണ് ആ സ്ട്രീറ്റിൽ നോക്കിയപ്പോൾ പല ആൾക്കാർ, എന്തോരം ആൾക്കാരാണ് അവിടെ വന്നേക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് കണ്ടിട്ട് എനിക്ക് ബീഫ് ഫ്രൈ ഒലത്തി വെച്ചതുപോലാണ് തോന്നിയത്. പക്ഷെ ബീഫല്ല, എന്തോ പണ്ടാന്നെന്തോ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റമാണ്. ഇഷ്ടംപോലെ ജ്യൂസ് സ്റ്റോളുണ്ട്, കുറേ സ്നാക്ക് ഐറ്റംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്ലേസ് ഉണ്ട്. എല്ലാം കാശ് കൊടുത്ത് തന്നെ മേടിക്കണം. പല പല കളറിലുള്ള ജ്യൂസ് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള മാംഗോ സ്റ്റിക്കി റൈസ് ഇതുവരെ കഴിക്കാൻ തോന്നിയിട്ടില്ലെങ്കിലും കഴിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നതും തീരെ കഴിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത്രയും കണ്ട് ലാസ്റ്റ് ഇവിടെ എത്തിയപ്പോൾ കണ്ടു മട്ടൻ ബിരിയാണി. മട്ടൻ കടന്ന് കട്ട് പോലെ പുള്ളി കടന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്യുന്നതാണോ ചിക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് എന്താ സ്പെഷ്യാലിറ്റി എന്ന് ഒരു പിടിയില്ല. എഴുതി വെച്ചേക്കുന്നത് നാസി കമ്പങ് ബിരിയാണി എന്നാണ്. ഏതോ ലോക്കൽ ഐറ്റം ബിരിയാണിയാണ്, പക്ഷെ മട്ടനാണ് ആ കിടന്നിതാക്കുന്നതെന്ന് മാത്രം അറിയാം. എണ്ണ തൂക്കിക്കെടുക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. റൈസ് കണ്ടിട്ട് നമ്മുടെ മന്തി റൈസ് പോലെ ഉണ്ടായിരുന്നു. പെഷാവരി റൈസിൻ്റെ വേറൊരു ഇത്. പിന്നെ അവിടെ ഒരു സ്റ്റേജ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ കുറേ പേര് അവിടെ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് കണ്ടു. അത് കണ്ട് കുറച്ച് നേരം അവിടെ അങ്ങ് നിന്ന് ചുറ്റും നോക്കുമ്പോൾ ഒരുപാട് പേര് ആ പാട്ടും സ്റ്റേജ് ഷോയും എൻജോയ് ചെയ്യുന്ന കാണാം. അത് തന്നെ കാണാനും ആ ക്രൗഡ് കാണുന്നത് തന്നെ ഒരു വളരെ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കണ്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ അവിടെ കുറേ ടൈപ്പ് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും കവർ ചെയ്യാൻ